Hello dears, welcome to the world of English. It is me ESR from AM Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊമോഷണൽ ടാഗ് ലൈൻ എന്ന് പറയുന്ന ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, SCERT ഇറക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊമോഷണൽ ടാഗ് ലൈൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടാവാം, ചിലപ്പോൾ കണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ പബ്ലിക് എക്സാമിനോ അല്ലെങ്കിൽ നമ്മുടെ മോഡൽ എക്സാമിനോ കാണാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊമോഷണൽ ടാഗ് ലൈൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് പ്രൊമോഷണൽ ടാഗ് ലൈൻ? നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കണം. ഒരു പുതിയൊരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സെൻറ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുറച്ച് വാചകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊമോഷണൽ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റിങ്ങളും പ്രൊമോഷണൽ ടാഗ് ലൈനും രണ്ടാണ്. നിങ്ങൾ അത് മാറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, സോ പ്രൊമോഷണൽ ടാഗ് ലൈനിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ശരിക്കും നോക്കാം. ഒരു ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. Your school film club is producing short film highlighting the dangers and impact of raising drug substance among the youth എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ സ്കൂളിലെ ഫിലിം ക്ലബ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റിംഗ് ദ ഡേഞ്ചേഴ്സ്, അതായത് ഒരുപാട് ഡേഞ്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്. എന്താണ് ഡേഞ്ചേഴ്സ്? ഇമ്പാക്ട് ഓഫ് റൈസിംഗ് ഡ്രഗ് സബ്സ്റ്റൻസ് എമംഗ് ദ യൂത്ത്, അതായത് യുവാക്കളുടെ ഇടയിൽ ഡ്രഗിന്റെ ഉപയോഗം കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഷോർട്ട് ഫിലിമിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊമോഷണൽ ടാഗ് ലൈൻ കേട്ടോ. പ്രിപ്പയർ ടു ക്യാച്ച് റിതമാറ്റിക് സെന്റൻസ് ദാറ്റ് കുഡ് സെർവ് ആസ് എ പ്രൊമോഷണൽ ടാഗ് ലൈൻ ഫോർ ദ ഫിലിം. ആ ഷോർട്ട് ഫിലിമിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ ടാഗ് ലൈൻ കൊടുക്കണം. നമ്മുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു സിനിമയാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ആ സിനിമ ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. യുവാക്കളുടെ ഇടയിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി സാധനം സാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങളെ ഒന്ന് നോക്കുക. സോ നോക്കിക്കോടാം. ചൂസ് ലൈഫ്. എന്ത് ചെയ്യാം? ലൈഫ് ചൂസ് ചെയ്യുക, നോട്ട് ഡ്രഗ്സ്. എന്തല്ല ഡ്രഗ്സ്, നമ്മൾ ഡ്രഗ്സിനെ അല്ല ചൂസ് ചെയ്യേണ്ടത്, ലൈഫ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. യുവർ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റർ വിത്തൗട്ട് അഡിക്ഷൻ. അഡിക്ഷൻ കൂടാതെ നിങ്ങളുടെ ജീവിതം എന്താവാം? ബ്രൈറ്റർ ആക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം? ലൈഫ് ചൂസ് ചെയ്യൂ, അല്ലാതെ ഇതിനെ ചൂസ് ചെയ്യരുത്, ഡ്രഗ്സിനെ ചൂസ് ചെയ്യരുത്. ഇതുപോലെയുള്ള ലൈൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നെക്സ്റ്റ് എന്താ? സേ നോ ഡ്രഗ്സ് ടുഡേ. ഇത് നമ്മൾ പിന്നെ വർഷങ്ങളായിട്ട് എന്താ പറയുക, നമ്മുടെ ലഹരി വിരുദ്ധ ദിനങ്ങൾ ഉണ്ടാവും അല്ലേ? സോ ലഹരി വിമുക്ത ഡേ ഉണ്ടാവും. സോ അന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഡയലോഗാണ് സേ നോ ടു ഡ്രഗ്സ് ടുഡേ. ഇന്ന് തന്നെ ലഹരിയോട് നോ പറയാം. സോ ഡ്രീംസ് ക്യാൻ ലിവ് ടുമോറോ. നാളത്തെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വാചകങ്ങളായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. സോ പ്രൊമോഷണൽ ടാഗ് ലൈൻ്റെ ക്വസ്റ്റ്യൻ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള പ്രൊമോഷണൽ ടാഗ് ലൈൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് നിന്ന് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ജനറൽ ഏരിയയിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ജനറൽ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളത് വെയിറ്റേജിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 17 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 17-13 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തുണ്ട്? ജനറൽ ഏരിയയിൽ നിന്ന് നമ്മളോട് ചോദിക്കുമെന്ന് ഓൾറെഡി സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.